ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ കാർമൽ ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടാണ്. ഈ ഒരു വില്ലയുടെ ചുറ്റിലും നിറയെ വീടുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്നുള്ള ഈ ഒരു വഴി നേരെ ചെന്നെത്തുന്നത് മെയിൻ റോഡിലേക്കാണ്. അതായത് നമ്മളുടെ ഈ ഒരു വില്ലകളുടെ ഫ്രണ്ടിൽ കൂടെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് വഴി ആലുവയ്ക്ക് പോകുന്ന ഒരു വിഭാഗം ബസ്സുകൾ കടന്നു പോകുന്നത്. അപ്പം ബസ് റൂട്ടിൽ നിന്നും നേരെ നമുക്ക് നടന്ന് ഈ ഒരു വില്ലകളിലേക്ക് കയറാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വെറും 14 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. അപ്പോൾ എല്ലായിടത്തേക്കും വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആലുവയാണ്. അവിടേക്ക് വെറും 3.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അപ്പോൾ എല്ലായിടത്തേക്കും വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വില്ലകളിലേക്ക് മെയിൻ റോഡ് എന്ന് പറയുന്നത് ടാർ റോഡാണ്. അതിലൂടെ ബസ്സുകൾ പോകുന്ന വഴിയാണ്. അതിൽ നിന്ന് നേരെ നടന്നാണ് നമ്മൾ ഈ വില്ലകളിലേക്ക് വരുന്നത്. ഈ വില്ലകളിലൂടെയുള്ള വഴി എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് ടൈലൊക്കെ ഇട്ടിട്ട് ഇന്റർലോക്കിംഗ് ടൈൽ ഇട്ടിട്ടാണ് നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഗേറ്റും മതിലൊക്കെ ഏകദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ കളറിലുള്ള പെയിന്റ് ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. ആ സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് വീടിനും കൊടുത്തിരിക്കുന്നത്. മതിലിന്റെ ഒരു ഹാഫ് പോർഷനൊക്കെ കട്ട് ചെയ്ത് കുറച്ച് നല്ല ഡിസൈനിലൊക്കെ ആക്കിയിട്ടാണ് മതിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ മെയിൻ പില്ലറിലേക്ക് വരുന്ന സമയത്ത് അവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ട് മെയിൻ 2 പില്ലറിൽ നല്ല ഭംഗിയുള്ള 2 ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ആ മതിലിന് ബോർഡർ വരുന്ന സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യൂട്ടായിട്ടുള്ള ഒരു ലാമ്പും കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടാണ് വീടിന്റെ ഫ്രണ്ട് പോർഷനിലുള്ള മതിൽ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു നമ്മളുടെ ഈ ഒരു ഇന്റർലോക്കിംഗ് ചെയ്തിരിക്കുന്ന ഈ ഒരു വഴി കാണാം. ഇവിടെ നമുക്ക് നമ്മളുടെ വില്ലകളിലേക്ക് ആരെങ്കിലും വരുന്ന സമയത്ത് എക്സ്ട്രാ വരുന്ന വാഹനം പാർക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ ഈ ഒരു സ്പേസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബിക്കോസ് ഇതൊരു ഡെഡ് എൻഡ് ആണ്. നമ്മുടെ ഈ വില്ല ഇരിക്കുന്നത് ഈ ഒരു വില്ലകളിലെ ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വേറെ വീടുകളൊന്നും തന്നെ വരുന്നില്ല. അപ്പം നമുക്ക് അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിന്റെ വെഹിക്കിളൊക്കെ ഒരു 2 വെഹിക്കിൾ വരെ നമുക്ക് ഈ പുറത്ത് കാണുന്ന ഏരിയയിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും വീടിനകത്ത് വെഹിക്കിൾ പാർക്ക് ചെയ്യാൻ പറ്റില്ല. വീടിന് നമുക്ക് ഒരു കവേർഡ് കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കവേർഡ് കാർ പോർച്ചിലായിട്ട് നമുക്ക് ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഉള്ളത്. അപ്പൊ ലാസ്റ്റ് ഉള്ള വില്ല എന്നുള്ളതിന്റെ പേരിൽ ഈ ഒരു മെയിൻ കാർ പോർച്ചിൽ ഒരു കാറും പുറത്ത് നമുക്കൊരു 2 വാഹനങ്ങൾ വരെ ടോട്ടൽ ഒരു 3 വാഹനങ്ങൾ വരെ നമ്മുടെ ഈ വില്ലകളിലേക്ക് വരുന്ന സമയത്ത് കംഫർട്ടായിട്ട് ആരും എടുത്ത് മാറ്റാൻ പറയാത്ത രീതിയിലൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ, ഒരു മെറൂൺ കളറിലെ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്ക്വയർ ആൻഡ് ബോക്സി ഷേപ്പായിട്ടാണ് വീടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് അങ്ങിങ്ങായിട്ട് ചില ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് അതിന്റെ ആ ഒരു ബ്യൂട്ടിക്ക് കുറച്ചും കൂടെ മാറ്റം കൂട്ടുന്ന രീതിയിൽ നല്ല ഡിസൈനുകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് എലിവേഷൻ അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ കാണുന്ന ആ ഒരു ടെക്സ്ചർ വർക്കിൽ പ്രത്യേക കളറുള്ള പെയിന്റ് കൊടുത്തിട്ട് ഒരു അതിനിടയ്ക്കുള്ള ഔട്ട്ലൈൻസും ഇടയ്ക്കുള്ള ലൈനൊക്കെ വന്നിട്ട് ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ വീടിന്റെ ഒരു ഭംഗിക്ക് കുറച്ചുകൂടെയൊക്കെ മാറ്റി കൂട്ടുന്നതാണ്. അപ്പോൾ വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് പോർച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പോർച്ചും അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാറുകളും അവിടെ വേണമെന്നുണ്ടെങ്കിലും ബൈക്കും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്.
വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഗേറ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല. ഈ ഒരു പോർഷൻ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ തുറന്നു വയ്ക്കാവുന്ന രീതിയിലാണ് ഒരു പോർഷൻ വരുന്നത്. മറ്റേ പോർഷൻ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്താണെങ്കിൽ കുറച്ച് ലാഡർ ഷേപ്പും ലേസർ കട്ട് ഡിസൈനോടൊക്കെ കൂടിയിട്ടുള്ള നമ്മൾ ആസ് യൂഷ്വൽ കാണുന്ന ഒരു ഗേറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതിനെ പരിചയപ്പെടുത്തുന്നില്ല. അങ്ങനത്തെ ഒരു ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞിട്ട് നമ്മളുടെ ലെഫ്റ്റ് സൈഡ് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ചെടികളൊക്കെ നടാനായിട്ട് കുറച്ച് പോർഷൻ അവർ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഗേറ്റിന്റെ ബാക്ക് സൈഡിലായിട്ട് അവിടെ ഒരു ചെറിയൊരു പ്ലാന്റ് കൂടി അവർ ഓൾറെഡി അവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം വരെ ഇവർ ടൈല് വിരിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ബാക്കിലേക്കുള്ള വഴി വന്നിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ആ ഭാഗത്തായിട്ടാണ് നമുക്ക് വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ സ്രോതസ്സായ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗങ്ങളിലൊന്നും തന്നെ 2018 ആ ഫ്ലഡ് വന്ന സമയത്താണെങ്കിൽ പോലും വെള്ളത്തിന്റെ എഫക്റ്റുകളൊന്നും അധികം ബാധിക്കാത്തൊരു ഏരിയയാണ് ഈ പറയുന്ന ആലുവ കാർമൽ ഹോസ്പിറ്റലിന് അടുത്തുള്ള ഭാഗമെന്ന് പറയുന്നത്. അപ്പോൾ കിണർ വെള്ളമാണ് നമ്മുടെ ഈ വില്ലകളിലേക്കുള്ളത്. അതുകൂടാതെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KWAയുടെ വാട്ടർ കണക്ഷൻ കൂടിയാണ്. അപ്പോൾ ഈ ഒരു കാർ പോർച്ച് നിൽക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ LED ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുകൂടാതെ കാർ പോർച്ചിലെ മെയിൻ 2 പില്ലറുകൾ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ കളർഫുൾ പെയിന്റ്സ് ഒക്കെ കൊടുത്തിട്ട് കുറച്ച് ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സൈഡ് നമ്മൾ സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഭാഗത്തൂടെ കടന്ന് നമുക്ക് നേരെ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകാവുന്നതാണ്. നമ്മൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് റൈറ്റ് സൈഡിലുള്ള ആ ഒരു ഭാഗമൊക്കെ വന്നിട്ടാണെങ്കിലും ചെടികളൊക്കെ നടാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവരിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അതുകൂടാതെ അവിടെ നിന്നാണ് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകാനുള്ള വഴി. അത്യാവശ്യം 2 സൈഡിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു വീടിന്റെ 2 ഭാഗവും ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു അലക്കുകല്ല് ഫെസിലിറ്റി ഒക്കെ അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഒരു സിറ്റ് ഔട്ടിന്റെ പോർഷനിലേക്ക് വരുമ്പോഴാണെങ്കിലും അതിന്റെയും മുകളിലൊക്കെ നിറച്ച് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഫ്ലോർ വന്നിട്ട് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. ഒറ്റപ്പാളിയിൽ തീർത്തിരിക്കുന്ന ഒരു ഡോറാണ്. നമുക്കിത് വീടിന്റെ അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മളുടെ കണ്ണിൽ ആദ്യം പെടുന്നത് ഇവിടുത്തെ ഫ്ലോർ ആണ്. വൈറ്റ് കളറിലുള്ള ടൈലാണ് ഫ്ലോറിൽ അവർ വിരിച്ചിരിക്കുന്നത്. അതുകൂടാതെ നേരെ വരുന്ന സമയത്ത് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് 2 ഭാഗത്തായിട്ടാണ് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ വന്നിട്ട് ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡ് കൊടുത്ത് കുറച്ച് ഭംഗിയായ രീതിയിലാണ് റൂഫ് അവർ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ ഡോർ തുറന്ന് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ TV യൂണിറ്റ് ആണ്. TV യൂണിറ്റ് ഇരിക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്പേസിലൊക്കെ ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അവിടെ ധാരാളം ഓപ്പൺ ഷെൽഫുകളും ക്ലോസ് ചെയ്യാവുന്ന ഷെൽഫുകളൊക്കെ ആയിട്ട് ധാരാളം ഡ്രോസ് ഫെസിലിറ്റി കൂടി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ മുകൾ ഭാഗത്ത് വന്നിട്ടുള്ള വുഡൻ പാനലിങ്ങിനാണെന്നുണ്ടെങ്കിലും നിറയെ ചെറിയ ചെറിയ LED ലൈറ്റുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് സ്പേസിൽ നിന്നും നമ്മൾ നേരെ കടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് കടക്കുന്ന ആ ഒരു എൻട്രൻസ് വന്നിട്ടാണെന്നുണ്ടെങ്കിലും വുഡൻ പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മുകളിൽ നല്ല രീതിയിൽ തന്നെ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും ഒരു ഏരിയയാണ് അവർ ഡൈനിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്നത്. നേരെ നമുക്ക് പെർഗോള മോഡലിലുള്ള കുറച്ച് ഓപ്പണിങ്സ് കാണാം. അതുകൂടാതെ ആ ഭാഗത്തായിട്ട് വേറെ 3 വിൻഡോസും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ വന്നിട്ടാണെങ്കിൽ നല്ല കളർഫുൾ പെയിന്റ്സ് ഒക്കെ കൊടുത്തിട്ട് റൂഫ് ഭംഗിയാക്കിയിട്ട് തന്നെ LED ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ വന്നിട്ട് നമുക്കൊരു ഫാമിലിയിലുള്ള 4-5 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന അത്ര സ്പേസ് ആണ് അവരിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണേണ്ടത് ഇവിടുത്തെ വാഷ് ബേസിൻ എവിടെയാണെന്നുള്ളതാണ്. നേരെ കയറി വരുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വാഷിംഗ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെ വാഷ് ബേസിൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഇരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വുഡൻ കൗണ്ടർ ചെയ്തിട്ട് അതിന്റെ സറൗണ്ടിങ്സ് എല്ലാം തന്നെ നല്ല രീതിയിലുള്ള വർക്കുകൾ കൊടുത്തിട്ട് താഴെയൊക്കെ ഡ്രോ ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബെഡ്റൂമിന്റെ ഡോർ വന്നിട്ട് ഈ ഒരു പാറ്റേണിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂം വന്നിട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് വരുന്നത് ഈ രണ്ട് ഭാഗത്തായിട്ടാണ്. അതുകൂടാതെ ഇവിടുത്തെ റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഇവിടുത്തെ റൂഫിൽ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ പല പല ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനുകളാണ് ഓരോ റൂഫിലും അവർ ചെയ്തിരിക്കുന്നത്. ഒത്തിരി ആർഭാടവുമല്ല, എന്നാൽ അത്യാവശ്യത്തിന് വർക്കുകളും ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ്. ബാത്റൂമിലെ ലൈറ്റ് ഒരു ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെറിയൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈൽ കോമ്പിനേഷൻ ആണ് ഫ്ലോറിലാണെന്നുണ്ടെങ്കിലും വോളിലാണെങ്കിലും കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ സാനിറ്ററി ഫിറ്റിംഗ്സും വന്നിട്ട് സെറയുടെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ താഴത്തെ നിലയിലാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെപ്പ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ താഴെയുള്ള ഭാഗമാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ ആ താഴെയുള്ള ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും കബോർഡുകളൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഇവിടുത്തെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചൺ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ കിച്ചൺ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ എൻട്രൻസ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വുഡൻ പാനലിംഗ് ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ നമ്മുടെ ടൈലിന് വന്നിട്ട് ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. സിമെന്റ് കളറിലുള്ള ഫിനിഷോട് കൂടിയ ഗ്രിപ്പുള്ള ഒരു ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കിച്ചണിന്റെ സറൗണ്ടിങ് ഉള്ള ടൈലുകളെല്ലാം തന്നെ ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചണിന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ കണ്ട ആ ഒരു സെയിം ഗ്രാനൈറ്റ് കളർ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലെ കബോർഡുകളെല്ലാം തന്നെ വന്നിട്ട് വുഡ് ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ധാരാളം ചെറിയ ചെറിയ വിൻഡോസ് കൊടുത്തിട്ട് എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഓപ്പണിങ്സ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പൈപ്പ് കണക്ഷനും രണ്ട് പൈപ്പ് കണക്ഷനുകളാണ് സിങ്കിലേക്ക് അവർ ചെയ്തിരിക്കുന്നത്. കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. കിച്ചണിലുള്ള സെയിം ഒരു ഫ്ലോറിംഗ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മുകളിലും സൈഡിലും ഒക്കെ കവർ ചെയ്തിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയിൽ അവരൊരു സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കൂടി ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു വർക്ക് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ആ ഒരു സ്പേസ് കൂടി അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് അതിലുള്ള പവർ പ്ലഗും പൈപ്പും വേസ്റ്റ് വാട്ടർ പോകാനുള്ള ആ ഒരു യൂണിറ്റും എല്ലാം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർക്ക് ഏരിയ വന്നിട്ട് രണ്ട് സൈഡും ക്ലോസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് സ്റ്റെപ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ ഒരു സെയിം ഗ്രാനൈറ്റ് കളർ ഇട്ടിട്ട് തന്നെയാണ്. അതുകൂടാതെ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് മുകളിലത്തെ ആ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല രീതിയിൽ തന്നെ നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ട് LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഇവിടുത്തെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ വരുന്ന സമയത്ത് അവിടെ കുറച്ച് പെർഗോള മോഡലിൽ കുറച്ച് ഓപ്പണിങ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കയറിയ ഉടൻ തന്നെ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഡോറ് ഓപ്പൺ ചെയ്യുന്നത് കാണാം. നമുക്ക് ആ ഡോറ് തന്നെ ആദ്യം കാണാം. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പൺ ആണ് ഈ ഒരു ഡോറ് കൊടുത്തിരിക്കുന്നത്. സിമെന്റ് ഫിനിഷോട് കൂടിയ ഒരു ടൈലാണ് ഇവിടുത്തെ ഫ്ലോറിലെല്ലാം തന്നെ ഇട്ടിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് മുകളിലും സൈഡിലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു ഹാളിലേക്കാണ്. ഈ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നതും സ്റ്റെപ്പ് കയറി വരുന്നതും ഈ ഒരു സെയിം പോർഷനിലേക്ക് തന്നെയാണ്. ഇവിടുത്തെ ഒരു ചെറിയൊരു ഹാളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാളിന്റെ മുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സ്റ്റെപ്പ് കയറി വന്നപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ധാരാളം വർക്കുകൾ റൂഫിലൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു മുകളിലത്തെ ഹാളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു 4 ഡോറുകളാണ് ഇവിടെ നിന്നും ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഡോറ് എന്താണെന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് കയറി വന്നു. ആദ്യം നമ്മൾ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഒരു ഡോറ് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇവര് നെക്സ്റ്റ് വരുന്ന ഡോറ് ഇതാണ്. ഇവിടുത്തെ എല്ലാ ഡോറുകളുടെയും പാറ്റേൺ സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള ബെഡ്റൂമിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ 2 സൈഡിലായിട്ടാണ് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിന്റെ വാർഡ്രോബ് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്.
ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളറിലുള്ള ഫിനിഷോട് കൂടിയിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു മിറർ ഫെസിലിറ്റി കൂടി അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിന്റെ റൂഫിൽ വന്നിട്ടാണെങ്കിലും അത്യാവശ്യത്തിന് നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു രീതിയിലാണ് ഡോറിന്റെ മോഡൽ വരുന്നത്. ബാത്റൂമിനകത്താണെങ്കിലും നമ്മൾ നേരത്തെ കണ്ട സെയിം ഒരു ടൈലിന്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കളറാണ് ഇവിടുത്തെ വോളിലൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇവിടുത്തെ ഹാളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കാണുന്ന മറ്റൊരു ഡോർ ഉണ്ട്. ആ ഡോർ നമ്മൾ തുറക്കുന്നതും ഇവിടുത്തെ ഒരു ബെഡ്റൂം സ്പേസിലേക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ താഴെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം കണ്ടു, മുകളിൽ കുറച്ചു മുമ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം കണ്ടു. ഇത് ഇവിടുത്തെ തേർഡ് അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ്. ഈ വീട്ടിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂം കൂടെയാണ് നമുക്കിനി കാണാനുള്ളത്. ഇതാണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ സെയിം മോഡൽ തന്നെയാണ് ഇവിടെയും വാർഡ്രോബ് യൂസ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടാണെങ്കിലും ഡോറൊക്കെ സെയിം പാറ്റേൺ തന്നെയാണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടൈലാണെങ്കിലും സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ വരുന്ന സമയത്ത് ഇനി നമുക്ക് കാണാനുള്ളത് 2 ഡോറുകളൂടെയാണ്. ഈ ഭാഗത്തൊരു ഡോറുണ്ട്, ഇവിടെയും ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാളിൽ നിന്നുള്ള മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം വേണ്ട ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ബാൽക്കണി ഇവിടെ ചെയ്തിരിക്കുന്നത്. ബാൽക്കണി ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്നത് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ്. അതിനകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഔട്ടർ ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല പക്ക റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് വില്ലകളാണ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ താമസിക്കുന്നത്. കുറച്ച് സൈലന്റ് ആയ ഏരിയയുമാണ്, എന്നാൽ തന്നെ നമുക്ക് റോഡിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ കാണുന്ന വീട് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിൽ നിന്ന് നമുക്കിനി ഫൈനലായിട്ട് കാണാനുള്ള ഒരു ഡോറ് കൂടിയാണ് ഓപ്പൺ ചെയ്യാനുള്ളത്. ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് നമ്മൾ വരുന്നത് ഇവിടുത്തെ റീഡിംഗ് റൂമിലേക്കാണ്. നമ്മളുടെ ഒരു പർപ്പസ് അനുസരിച്ച് നമുക്ക് എന്തിനു വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം, അറ്റാച്ച്ഡ് അല്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെയാണെന്നുണ്ടെങ്കിലും 2 സൈഡിലായിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ വന്നിട്ടാണെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂം നമുക്ക് റീഡിംഗ് റൂമായിട്ടോ അതല്ലെങ്കിൽ ഒരു സാധാരണ നമ്മൾ അപ്പർ ലിവിങ് ഏരിയ സ്പേസിലൊക്കെയാണ് ഇതുപോലുള്ള ഒരു TV യൂണിറ്റിനുള്ള സ്പേസ് കാണാറുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഹോം തിയേറ്റർ റൂമായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. അതൊക്കെ ആസ് പെർ യുവർ ചോയ്സ് മാത്രമാണ്. അപ്പം ആ ഒരു ഫെസിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ കൂടി ചെയ്തിട്ടാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ടെക്സ്റ്റൈൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. സൈഡിലും മുകളിലും താഴെയൊക്കെ ആയിട്ട് ധാരാളം ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. TV വെക്കാനുള്ള ഒരു സ്പേസ് കൂടി അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇതിനുള്ളൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് ആലുവ കാർമൽ ഹോസ്പിറ്റലിനോട് വളരെ അടുത്തായിട്ടാണ്. ഈ നമ്മളുടെ ഈ ഒരു വില്ലകളുടെ ഫ്രണ്ടിലൂടെ ഇവിടെ നിന്ന് നമ്മൾ നടന്ന് നേരെ ഇറങ്ങുന്നത് മെയിൻ റോഡിലേക്കാണ്. ഈ ഒരു റോഡിലൂടെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് വഴി ആലുവയ്ക്ക് പോകുന്ന ഒരു വിഭാഗം ബസ്സുകൾ കടന്നു പോകുന്നത്. അതുകൂടാതെ ഇവിടെ മെയിൻ ആയിട്ടുള്ള എല്ലാ സ്കൂൾ ബസ്സുകളും കടന്നു പോകുന്നതും ഈ റൂട്ടിലൂടെ തന്നെയാണ്. അപ്പം ഇത്രയൊക്കെ എളുപ്പത്തിൽ ആക്സസിബിലിറ്റി ഉള്ള ഈ വീടിന്റെ ബാക്കിയുള്ള ഫെസിലിറ്റികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 3.5 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 1600 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഇതിലുള്ളത് 3 ബെഡ്റൂം പ്ലസ് ഒരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. അതുകൂടാതെ ഒരു റീഡിംഗ് റൂം അവർ കൊടുത്തിട്ടുണ്ട്. അതും കൂടാതെ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടുത്തെ കവേർഡ് ആയിട്ടുള്ള മെയിൻ കാർ പോർച്ചിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അഡീഷണൽ 2 വെഹിക്കിൾ കൂടി പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മുടെ ഈ ഒരു വില്ലയുടെ ഗേറ്റിന്റെ പുറത്തായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഫെസിലിറ്റികളുള്ള റോഡിനോട് ഇത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഇതിന്റെ ഓണർ ഉദ്ദേശിക്കുന്ന വില 61 ലക്ഷം രൂപയാണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഈ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.